വായുമലിനീകരണത്തെ തുടർന്ന് 16 വ്യാവസായിക യൂണിറ്റുകൾ പൂട്ടാൻ നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ. ഗുരുതരമായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. സജു തോമസ് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സജു, ഡൽഹിയിലെ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിർണായകമായ ഇടപെടൽ. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനാൽ ഡൽഹിയിലെ വായു മലിനീകരണം അതിരൂക്ഷമായി വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഡൽഹിയിലെ വായു മലിനീകരണം വലിയ തോതിൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപത്തിനിടെയാണ് ഇപ്പോൾ 16 വ്യാവസായിക യൂണിറ്റുകൾക്ക് പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ ഡൽഹി സർക്കാർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇപ്പോൾ വായു മലിനീകരണ തോത് 250 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. 400മായി ബന്ധപ്പെട്ട് 400 ഡിഗ്രിയിലേക്ക് താഴ്ന്നെങ്കിൽ പോലും ഇപ്പോഴും വലിയ തോതിൽ വായു മലിനീകരണ തോത് പല സാഹചര്യത്തിൽ ഇപ്പോഴും ഉയരുന്ന രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ 16 വ്യാവസായിക യൂണിറ്റുകൾ പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ ഡൽഹി സർക്കാർ നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 16 വ്യാവസായിക യൂണിറ്റുകൾക്ക് പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹി അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തണുപ്പ് വലിയ തോതിൽ മുന്നേറുകയാണ്. ഈ സാഹചര്യത്തിൽ വായു മലിനീകരണം രൂക്ഷമാകാനുള്ള സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ 16 വ്യാവസായിക യൂണിറ്റുകൾക്ക് പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ ഡൽഹി സർക്കാർ നൽകിയിരിക്കുന്നത്. ജീന. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.